മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 119 സങ്കീർത്തനം 50 തിരുവാക്യം. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു. സങ്കീർത്തകനായ ദാവീദിന്റെ ഏറ്റുപറച്ചിലാണിത്. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു. ഏത് പ്രതിസന്ധിയിലും നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളിലെല്ലാം നമുക്ക് പ്രത്യാശ നൽകുന്നത്, ജീവൻ പകരുന്നത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനങ്ങളാണ്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ കണ്ണുകൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് ഉയർത്തപ്പെടും. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് വേണ്ട സകല നന്മകളുമുണ്ട്. ഇതിൽ വിശ്വാസം അർപ്പിച്ച് ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്കായി കരങ്ങൾ നീട്ടണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മനിറവോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തിൽ നിന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ ആ ബോധ്യത്തോടെ പറഞ്ഞ് പാടിക്കേ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എന്റെ മുന്നിൽ, ഇനി ജയം എനിക്കുണ്ട്. ഒന്നും സകല തകർച്ചകളിലും നമുക്ക് ജയമുണ്ട്. ജയം എനിക്കുണ്ട്. ഒട്ടും പിന്മാറുകില്ല വിശ്വാസ ചുവടുകൾ, മുന്നോട്ട് മുന്നോട്ട്. പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഇനി ഞാൻ. ആ തീരുമാനത്തോടെ പാടി പ്രാർത്ഥിച്ച് അനേക കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. യേശുവേ, അഭിഷേകത്തിലേക്ക് 10,000 നയിക്കണമേ. പിന്മാറുകില്ല ഇനി ഞാൻ. അഭിഷേകത്തോടെ പാടുക. പിന്മാറുകില്ല ഇനി ഞാൻ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവിന്റെ തിരുനാമം വിളിച്ചൊരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഉണർത്തണമേ. വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും പ്രതികൂലങ്ങളിലേക്കും തകർച്ചകളിലേക്കും കർത്താവേ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പാപക്കെട്ടുകൾ ഒടിയട്ടെ, ശാപനുഖങ്ങൾ ഒടിയട്ടെ, രോഗങ്ങൾ വിട്ടുമാറി പോകട്ടെ. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹൃദയ കഠിനതകളെ മാറ്റണമേ. അടഞ്ഞിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ദൈവവചനത്തിനായി തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപയുടെ കരങ്ങൾ നീട്ടി നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. തലമുറകൾ അഭിഷേകം ചെയ്യണമേ. വിവിധങ്ങളായി നിയോഗങ്ങളും ആവശ്യങ്ങളുമായി തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളുടെ കണ്ണീര് കണ്ട് ആവശ്യങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്ലസ്, ബ്ലസ് ലോർഡ്. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ ശക്തിപ്പെടുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ മുന്നേറുക, വിശ്വാസത്തിൽ മുന്നേറുക. ഈ കാലഘട്ടത്തിൽ ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടി തീർക്കാം. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഒത്തിരിയേറെ സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന തിരുവാക്യമാണിത്. നമുക്ക് ചുറ്റും വലിയൊരു സാക്ഷികളുടെ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന യോട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. ഒന്നാമതായി നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ വിശ്വാസ ജീവിതം ഒരു ഓട്ടമാണ്. ഓട്ടപ്പന്തയത്തോടാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ദൈവത്തിൻ്റെ വചനം ഉപമിച്ചിരിക്കുന്നത്. ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. നമ്മുടെ കർത്താവ് നമ്മെ എന്തുമാത്രം കരുതുന്നവനാണ്. നമ്മൾ ആരും തന്നെ ഒറ്റയ്ക്കല്ല. ഒരു വലിയ സാക്ഷികളുടെ സമൂഹം നമ്മോടൊപ്പമുണ്ട്. നമുക്കറിയാം, ഓട്ടക്കളത്തിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ മാക്സിമം ശരീരത്തിന് ഭാരം കുറയ്ക്കുക. അതുകൊണ്ടാണ് ഓട്ടക്കാരൊക്കെ ഏറ്റവും ലൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവർ ഓടുന്നത്. ഭാരം കൂടുന്തോറും ഓട്ടത്തിൻ്റെ വേഗത കുറയും. അത് മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തും. ഏറ്റവും ഭാരം കുറഞ്ഞ വളരെ ലൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ഓട്ടക്കാർ ഓടുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, സകല ഭാരവും നമുക്ക് നീക്കിക്കളയാം. ഈ ഭാരങ്ങൾ നീക്കിക്കളയേണ്ടത് ദൈവമായ കർത്താവല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എൻ്റെ ജീവിതത്തിന് മേൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന വിവിധങ്ങളായ ഭാരങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഭാരങ്ങൾ, എൻ്റെ മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, എൻ്റെ വിട്ടുമാറാത്ത രോഗങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന വിവിധങ്ങളായ തകർച്ചകളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, എൻ്റെ തൊഴിൽ മേഖലകളെക്കുറിച്ച് എന്ന് വേണ്ട അനേകം ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിട്ടുണ്ട്. ഈ ഭാരങ്ങളെ ഞാനും നിങ്ങളും നീക്കിക്കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ മുന്നേറ്റത്തെ അത് തടസ്സപ്പെടുത്തും. നമ്മുടെ ഓട്ടത്തിൻ്റെ വേഗതയെ അത് കുറയ്ക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ വിഷമിപ്പിക്കുന്ന ഭാരങ്ങളും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളരെ ഗൗരവമായി കർത്താവ് കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ തിരുവാക്യം. സുവിശേഷങ്ങളിൽ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ്. ശിഷ്യന്മാരെ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വളരെ ചെറിയൊരു പ്രാർത്ഥന, എന്നാൽ വളരെ പവർഫുള്ളായൊരു പ്രാർത്ഥനയാണിത്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവ് നമ്മെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തിൽ മുന്നേറുവാനാണ്. ഇത് നമ്മോട് ചുമ്മാ പറഞ്ഞിട്ട് കർത്താവ് അങ്ങ് പോവുകയല്ല. അതിനുവേണ്ട എല്ലാ സാധ്യതകളും നമുക്കായി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 1-ാമത്തെ പദം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു വലിയ സാക്ഷികളുടെ സമൂഹം നമുക്കൊപ്പമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ സാക്ഷികൾ? 3 ഈ സാക്ഷികൾ നമുക്ക് തരംതിരിക്കാം. 1-ാമത്തെ കൂട്ടരെ പഴയ നിയമ പ്രവാചകരാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരുമാണ്. അവർ നമുക്ക് മുന്നമേ ഈ വിശ്വാസോട്ടം പൂർത്തിയാക്കിയവരാണ്. 2-മതൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരും സഹോദരികളുമായ വിശുദ്ധരാണ്, വിശുദ്ധാത്മാക്കളാണ്. അവരും വിശ്വസ്തയോടെ നമുക്ക് മുന്നേ ഈ വിശ്വാസോട്ടം പൂർത്തിയാക്കിയവരാണ്. 3-മത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലും കർത്താവിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, വിശ്വാസ സത്യങ്ങൾക്കായി നിലകൊള്ളുന്ന ഒരു ചെറിയ സമൂഹമുണ്ട്. അവരാണ് ഈ 3-മത്തെ ഗ്രൂപ്പിൽ. ഇത് നമുക്ക് വലിയ ആനന്ദം തരുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, വിശ്വാസ യാത്ര എന്ന് പറയുന്ന അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു ജീവിതമല്ല ക്രൈസ്തവ ജീവിതം. 100 പരിശോധനകളെ, 100 പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കേണ്ടി വരും. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിലെല്ലാം നമ്മെ സഹായിക്കാനുള്ളവരാണ് ഈ സാക്ഷികളുടെ സമൂഹം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഓട്ടക്കളത്തിൽ നിൽക്കുകയാണ്, ഓട്ടപ്പന്തയം നടക്കുകയാണ്. വിശ്വാസത്തിന് ട്രാക്കിൽ നമ്മളെല്ലാം നിലകൊള്ളുന്നു. ഈ സമയത്ത് ഗാലറിയിൽ സാക്ഷികളുടെ വലിയൊരു സമൂഹം ഇരിക്കുകയാണ് നമ്മുടെ ഓട്ടം കാണുവാനായിട്ട്. നമ്മൾ കണ്ടു, ഈ ഓട്ടത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. പല പല പ്രതികൂലങ്ങൾ നമ്മൾ അതിജീവിക്കേണ്ടി വരും. ഒന്നാമതായി, വിശ്വാസത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ, വിശ്വാസത്തെ പ്രതി നമ്മൾ ചില സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടും. അനേകർ നമ്മൾ അവഗണിച്ചു എന്ന് വരും. നമ്മുടെ വിശ്വാസം തിരിച്ചറിയാൻ കഴിയാതെ പലരും നമ്മൾ അപമാനിക്കും, കളിയാക്കും, പരിഹസിക്കും. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ മുന്നേറ്റത്തെ തടയുന്ന പ്രതിസന്ധികളാണ്. ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ എൻ്റെ ശുശ്രൂഷ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ഇത്രമാത്രം വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടിട്ടും ഇതല്ല എനിക്ക് സംഭവിച്ചത്. ആരും ഒരു നല്ല വാക്ക് പറയാനില്ല, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ ചിന്തിച്ച് വിശ്വാസ ജീവിതത്തിൽ മങ്ങിപ്പോയ, അതിൻ്റെ പ്രഭ കെട്ടുപോയ ഒരുപാട് ജീവിതങ്ങൾ എൻ്റെ സഹോദര സഹോദരി, ഈ സമയത്ത് എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഗാലറിയിൽ നിന്ന് നോഹ ഇറങ്ങി വരികയാണ്. നോഹ പറയും, എൻ്റെ സഹോദര സഹോദരി, നീ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? വിശ്വാസത്തിന് വേണ്ടി നീ ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ ഒരുപാട് നിന്ദനങ്ങളും പരിഹാസങ്ങളും കളിയാക്കലുകളൊക്കെ നിനക്ക് ഉണ്ടായില്ലേ? നീ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയപ്പോൾ ആ സമൂഹം എന്നെ വെറുത്തു. ഒരുപാട് കളിയാക്കലുകൾ, അപമാനങ്ങൾ എനിക്ക് സഹിക്കേണ്ടി വന്നു. എങ്കിലും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ പിടിച്ച് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എത്രമാത്രം ആനന്ദം നൽകുന്നൊരു കാര്യമാണിത്. പലപ്പോഴും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നോഹയുടെ ജീവിതം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ചില സമയത്ത് മടുപ്പ് വരുമ്പോൾ, ഒരു മരവിപ്പ് വരുമ്പോൾ
നോഹയുടെ ജീവിതം വായിച്ച് കൂടുതൽ ശക്തിപ്പെടുവാനുള്ള കൃപ പലപ്പോഴും എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. വിശ്വാസ ഓട്ടത്തിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ അടിക്കടിക്കുണ്ടാകുന്ന പ്രതിസന്ധികളും വിട്ടുമാറാത്ത പരിശോധനകളും. ചില വ്യക്തികൾ പറയാറുണ്ട്, ഞാൻ ഒരുപാട് ധ്യാനങ്ങൾ പങ്കെടുത്തു, 15 ധ്യാനം കൂടി, അല്ലെങ്കിൽ 9 ധ്യാനം കൂടി, ഇനി കൂടാത്ത ധ്യാനങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ പലപ്പോഴും കുരിശിന് വഴിയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു വേദന തീരും മുൻപേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. അടിക്കടിക്കുണ്ടാകുന്ന തകർച്ചകൾ, വിട്ടുമാറാത്ത പ്രതിസന്ധികൾ ഒന്ന് തീരും മുൻപേ മറ്റൊന്ന് കടന്നു വരുന്നൊരവസ്ഥ. ഇങ്ങനെ വിശ്വാസ യാത്രയിൽ നമ്മൾ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ഇതാ അബ്രഹാം ഗാലറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. എന്താണ് അബ്രഹാമിൻ്റെ ജീവിതം? ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം മുതൽ 22 അധ്യായം വരെ നമ്മൾ വായിച്ച് ധ്യാനിക്കണം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ പരിശോധനകൾ അബ്രഹാം കടന്നുപോയി. ഒരു പരീക്ഷ തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. അടിക്കടിക്ക് പരീക്ഷകൾ, അടിക്കടിക്ക് പരിശോധനകൾ, ഇങ്ങനെ നിരവധിയായ പരീക്ഷണങ്ങളിലൂടെ അബ്രഹാം കടന്നു പോകേണ്ടി വന്നു. ഇത്തരത്തിൽ ഭാരപ്പെടുന്ന അനേകമായിരങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുവെന്ന് കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, നീ പ്രയാസപ്പെടരുത്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ അടിക്കടിക്ക് പ്രശ്നങ്ങൾ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കുദാശകൾ സ്വീകരിക്കുന്നുണ്ട്, ദൈവവചനം ധ്യാനിക്കുന്നുണ്ട്, എന്നിട്ടും ഈ പ്രതിസന്ധികൾ മാറുന്നില്ലല്ലോ. ഒന്ന് മാറും മുൻപേ മറ്റൊന്ന് വന്നു കഴിയുന്നൊരവസ്ഥ. കർത്താവിൻ്റെ ആത്മാവ് പറയാ, നിരാശപ്പെടണ്ട. അബ്രഹാമിന് എന്താ നമ്മോട് പറയാനുള്ളത്? അബ്രഹാം പറയും, എൻ്റെ കുഞ്ഞേ, നീ എന്തിന് അസ്വസ്ഥപ്പെടും? നീ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി. ഒന്ന് തിരു മുമ്പേ മറ്റൊന്ന്, നിരവധി പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയവനാണ്. എന്നാൽ ഈ പ്രതിസന്ധികളിലെല്ലാം ഞാൻ കർത്താവിൻ്റെ കരുതലിൽ ആശ്രയിച്ചു. പ്രഭാഷകന്റെ പുസ്തകം 44-ാം അധ്യായം 20-ാം വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? പരീക്ഷിക്കപ്പെട്ടപ്പോഴെല്ലാം അബ്രഹാം വിശ്വസ്തത തെളിയിച്ചു. അടിക്കടിക്കുണ്ടായ പ്രതിസന്ധികളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ എല്ലാം അബ്രഹാം കടന്നുപോയപ്പോഴും അവൻ വിശ്വസ്തയോടെ ഈ ഓട്ടം പൂർത്തിയാക്കി. അബ്രഹാം പറയും, എനിക്ക് ഈ വിശ്വാസോട്ടം പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ എന്ത് നിനക്ക് പറ്റിക്കൂടാ? നീ മുൻപിലോട്ട് ഓടുക, പതറരുത്, തളരരുത്, വിശ്വാസത്തിൽ മുന്നേറുക എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് അബ്രഹാമിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്, എൻകറേജ് ചെയ്യുകയാണ്. നമുക്ക് എന്തുമാത്രം ആശ്വാസം തരുന്നൊരു കാര്യമാണത്. ഈ വിശ്വാസോട്ടത്തിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ്. നമുക്ക് മോശപ്രവാചകന്റെ ജീവിതത്തിലോട്ട് വരാം. ചിലപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കഴിയാതെ വരുമ്പോൾ, കുടുംബജീവിതത്തിലാകാം, സമർപ്പിത ജീവിതത്തിലാകാം, പൗരോഹിത്യ ജീവിതത്തിലാകാം, തൊഴിൽ മേഖലകളിലാകാം, ചിലപ്പോൾ പഠന മണ്ഡലങ്ങളിലാകാം, നമ്മൾ വ്യാപരിക്കുന്ന തലങ്ങളിലൊക്കെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, ഇതെന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്ക് മടുത്തു, എനിക്കിങ്ങനെ അധികം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്രകാരമൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 11 മുതൽ 15 വാക്യങ്ങളിൽ മോശ പ്രവാചകൻ ദൈവത്തോട് പരാതി പറയ, ദൈവമേ, എന്താ നീ എന്നോട് കരുണ കാണിക്കാത്തത്? നീ എന്തുകൊണ്ട് എന്നോട് കൃപ കാണിക്കാത്തത്? ഞാനാണോ ഈ ജനത്തെ പ്രസവിച്ചത്? ഈ ജനത്തിൻ്റെ സകല ഭാരങ്ങളും എന്തുകൊണ്ടാ നീ എൻ്റെ മേൽ ചുമത്തുന്നത്? എനിക്ക് ഈ ജനത്തെ താങ്ങുവാൻ പറ്റത്തില്ല, എനിക്ക് ഈ ജനത്തെ നയിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ മടുത്തു, എനിക്കതിന് കഴിവില്ല എന്ന് പറഞ്ഞ് വളരെ ദുഃഖത്തോടെ മോശ കർത്താവിൻ്റെ മുൻപിൽ നിലവിളിക്കുന്ന ചിത്രം ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ ചിന്തിച്ചു. നമ്മളും പലപ്പോഴൊക്കെ കർത്താവിനോട് പറയാറുണ്ട്, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല കർത്താവേ, ഈ ഉത്തരവാദിത്വം ഇത് പൂർത്തിയാക്കി എനിക്ക് പറ്റത്തില്ല, ഈ കുടുംബജീവിതം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഈ സമർപ്പിത ജീവിതം അത് പൂർത്തിയാക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കതിന് കഴിവില്ല, എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ മടുത്തു പോകുന്നു, ഞാൻ തളർന്നു പോകുന്നു. നമ്മളും പലപ്പോഴും കർത്താവിനോട് ഇതുപോലെ പരിതപിക്കാറുണ്ട്. വിശ്വാസ ഓട്ടത്തിൽ നമ്മളും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ ഫേസ് ചെയ്ത് ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ഗാലറിയിൽ നിന്ന്
മോശ ഇറങ്ങി വരിക. മോശ പറയും, എൻ്റെ കുഞ്ഞേ, നീ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? നിനക്ക് മുൻപേ നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാനും ചിന്തിച്ചു എനിക്ക് കഴിയില്ല, എനിക്ക് സാധിക്കില്ല എന്നൊക്കെ ഞാനും ചിന്തിച്ചതാ. പക്ഷേ വിശ്വസ്തയോടെ ഈ വിശ്വാസത്തിനോട്ടം പൂർത്തിയാക്കുവാൻ എനിക്ക് കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞുവെങ്കിൽ എന്ത് നിനക്ക് കഴിയാത്തത്? ധൈര്യമായി മുന്നോട്ട് പോവുക. കർത്താവ് മോശയിലൂടെ നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി എനിക്കിത് സാധ്യമല്ല, എന്നെ കൊണ്ടിത് കഴിയത്തില്ല, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനുള്ള കഴിവ് എനിക്കില്ല, അതിനുള്ള പ്രാപ്തി എനിക്കില്ല, ഞാൻ മടുത്തുപോയി, എനിക്കിത് സാധ്യമല്ല എന്ന് ഇനി ആരും പറയരുത്. മോശയുടെ ജീവിതം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? ഇതുമാത്രം ഭാരങ്ങളിലൂടെ മോശ കടന്നുപോയി. എന്നാൽ വിശ്വസ്തയോടെ തൻ്റെ വിശ്വാസത്തിൻ്റെ ഓട്ടം മോശ പൂർത്തിയാക്കി. വിശ്വാസ ഓട്ടത്തിൽ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് വിശ്വാസം കോംപ്രമൈസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ഗാലറിയിൽ നിന്ന് പ്രവാചകനായ ദാനിയേൽ ഇറങ്ങി വരികയാണ്. നമുക്കറിയാം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. വിശ്വാസത്തിനു വേണ്ടി ദാനിയേൽ ഉറച്ച നിലപാടെടുക്കുകയാണ്. അത് ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയായ ബാബിലോൺ സാമ്രാജ്യത്തിലെ രാജാവിനോട് കൂടെ ഡിന്നർ കഴിക്കാനുള്ള ഒരു വലിയ അവകാശം ദാനിയേലിന് ലഭിച്ചു. ദാനിയേൽ തീരുമാനമെടുത്തു, രാജാവ് കഴിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടോ താൻ മലിനപ്പെടുകയില്ല. രാജാവിൻ്റെ മുൻപിലും അത്രമാത്രം വലിയ സുഖസൗകര്യങ്ങളുടെ നടുവിലും ദാനിയേൽ വിശ്വാസം കാത്തു സൂക്ഷിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ മുൻപിലോട്ട് വരുമ്പോൾ ദാനിയേൽ പ്രവാചകനെ നമ്മൾ ഓർക്കണം. അവൻ ആ സാഹചര്യത്തിലും വിശ്വാസത്തെ മുറുകെ പിടിച്ചു. മറ്റൊരു പ്രതിസന്ധിയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ആ ഓട്ടത്തെ, അതിൻ്റെ വേഗതയെ തടയുന്നത് കുറ്റബോധം. കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടും കർത്താവിൻ്റെ രക്ഷ സ്വീകരിച്ചിട്ടും ഞാൻ ഒരുപാട് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടും ഞാൻ പാപം ചെയ്തു പോയല്ലോ, ഞാൻ കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചല്ലോ, ഞാൻ അരുതാത്തത് ചെയ്തല്ലോ, ചില തെറ്റായ ബന്ധങ്ങൾ ഞാൻ പെട്ടുപോയല്ലോ, കർത്താവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായ പാപസുഖങ്ങളിൽ ഞാൻ മുഴുകിയല്ലോ, പലപ്പോഴും ഐ ആം നോട്ട് വർത്തി, ഇനി പ്രാർത്ഥിക്കാനുള്ള യോഗ്യത എനിക്കില്ല, കർത്താവിനെ പിൻപറ്റാനുള്ള യോഗ്യത എനിക്കില്ല. ഈ ഒരു ചിന്ത നമ്മളെ പലരും കുറ്റബോധത്തിലേക്ക് നയിക്കും. ഈ കുറ്റബോധം നമ്മുടെ വിശ്വാസത്തിൻ്റെ മുന്നേറ്റത്തെ തടയും. ഇന്ന് പിശാച് അനേകരുടെ മുന്നേറ്റത്തെ തടയുന്നത് ഈ കുറ്റബോധം കൊണ്ടാണ്. ഇങ്ങനെ നമ്മളെ വിശ്വാസത്തിൻ്റെ ട്രാക്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഗാലറിയിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് ഇറങ്ങി വരികയാണ്. ദാവീദ് നമ്മളോട് പറയും, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ ദൈവത്തിന് മാനസപുത്രനായിരുന്നു, എന്നിട്ടും ഇടയ ചെറുക്കനെ എന്നെ പിടിച്ച് എൻ്റെ ദൈവം രാജാവാക്കി ഉയർത്തിയിട്ടും ഞാൻ ബത്ശേബയുമായി വ്യഭിചാരം ചെയ്തു, ഞാൻ പാപം ചെയ്തു. ആ തെറ്റ് മറച്ചു വയ്ക്കാൻ അവളുടെ ഭർത്താവായ ഊറിയാവിനെ ഞാൻ ചതിയിൽ കൊലപ്പെടുത്തി, ഞാൻ മഹാപാതകം ചെയ്തു. എന്നാൽ ഞാൻ കർത്താവിൻ്റെ മുൻപിൽ തിരിച്ചു വന്നപ്പോൾ, ഞാൻ കർത്താവിന് മുൻപിൽ ഹൃദയം പൊട്ടി നിലവിളിച്ചപ്പോൾ, അനുതാപത്തോടെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് പാപക്ഷമ നൽകി. ആ പഴയ പാപങ്ങളെല്ലാം കർത്താവിനെ അവഗണിച്ച് ഒരു പുതിയ അഭിഷേകത്തിലേക്ക് എൻ്റെ ദൈവം എന്നെ വളർത്തി. ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ ഓട്ടം അങ്ങനെ വിജയത്തോടെ പൂർത്തിയാക്കി. അതുകൊണ്ട് നീ കുറ്റബോധത്തോടെ കഴിയണ്ട. ശരിയാ, നീ ആ പാപം ചെയ്തു, ഈ തെറ്റ് ചെയ്തു, എങ്കിലും നിനക്ക് ഒരുപാട് അവസരമുണ്ട്. ഈ കർത്താവിലേക്ക് തിരിച്ചു വരിക. നീ കർത്താവിൻ്റെ രക്ഷയുടെ ആനന്ദം വീണ്ടും അനുഭവിക്കുക. നിന്റെ ജീവിതത്തെ നീ കർത്താവിനായി വീണ്ടും സമർപ്പിക്കുക. കർത്താവ് നിന്നെ താങ്ങിക്കൊള്ളും. ഇത് പറഞ്ഞ് നമ്മുടെ കർത്താവ് ദാവീദിലൂടെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണ്. ദാവീദ് പറയും, ധൈര്യമായി വിശ്വാസത്തിൽ മുന്നേറുക. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിയെയും
കൈകാര്യം ചെയ്യുവാൻ അതിനു മുൻപേ അതെല്ലാം വിശ്വസോടെ ഓടിത്തീർത്ത അനേകം സാക്ഷികൾ നമ്മോടൊപ്പമുണ്ട്. ഈ സാക്ഷികൾ ദൈവം നമുക്ക് തന്നിട്ട് ദൈവം നമ്മോട് പറയുന്നത്, എൻ്റെ കുഞ്ഞേ, നീ ഓടുക, നീ ഓടുക. നിനക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നീ ഓട്ടിത്തീർക്കുക. കർത്താവിന് തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. ഒന്നിനെയും എന്നെ പിന്മാറ്റത്തിലേക്ക് നയിക്കാൻ ഇനി സാധ്യമല്ല. കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ഞാൻ എൻ്റെ വിശ്വാസ ഓട്ടം പൂർത്തിയാക്കും. ഈ ഒരു തീരുമാനത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് ഒന്ന് മുട്ടുകുത്തി ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരങ്ങൾ, നമ്മളെ വിഷമിപ്പിക്കുന്ന പാപങ്ങൾ, നമ്മുടെ വിശ്വാസത്തിന് മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന ചില തകർച്ചകൾ, നൊമ്പരങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരുമിച്ച് സ്വന്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ ഓട്ടം അത് വിശ്വസോടെ ഓടിത്തീർക്കാനുള്ള അഭിഷേകം നൽകണമേ. ആ ഓട്ടത്തിന്റെ വേഗതയെ തടയുന്ന പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ കർത്താവേ അങ്ങ് പരിഹരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അങ്ങ് നൽകിയ അഭിഷേകത്തിനായി, അങ്ങ് നൽകിയ ബോധ്യങ്ങൾക്കായി, അങ്ങ് നൽകിയ ഈ ശക്തീകരണത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. കർത്താവ് നൽകിയ ഈ അഭിഷേക നിറവനായി നന്ദി പറഞ്ഞ് വിശ്വാസത്തിൽ കൂടുതൽ കരുത്തോടെ നമുക്ക് മുന്നേറാം. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ, സത്യദീപമേ, ദിവ്യശോഭയാ. പരമപരിശുദ്ധനായ കർത്താവേ, തിരുവോസ്വരൂപനായി ഞങ്ങൾ അനുഗ്രഹിക്കുവാനും ഞങ്ങളെ സുഖപ്പെടുത്തുവാനുമായി കടന്നു വന്ന തിരുസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു വിശ്വാസത്തിൽ മുന്നേറുക. ഈ വിശ്വാസ യാത്രയിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന തകർച്ചകൾ, വെല്ലുവിളികൾ എന്തുമാവട്ടെ അതെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. അത്ഭുത രോഗശാന്തികൾ, അത്ഭുത അടയാളങ്ങൾ നമ്മുടെ മധ്യ കർത്താവ് പ്രവർത്തിക്കുന്ന സമയം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, തൊഴിൽ മണ്ഡലങ്ങളിലേക്കെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ പെരുമഴ പെയ്തിറങ്ങുന്ന സമയം ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുനാമം വിളിച്ച് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ, വിശ്വാസത്തിൽ മുന്നേറാനുള്ള കൃപകൾ നൽകണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ദൃഢപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് അനുഗ്രഹിച്ചതിനായി, സുഖപ്പെടുത്തിയതിനായി, ഞങ്ങളെ വിശുദ്ധീകരിച്ചതിനായി, ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തീകരിച്ചതിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് സാക്ഷികളാകാൻ മടിക്കരുത്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം
മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ